നമസ്കാരം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ വർക്ക് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയി. അതിൻ്റെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുഴുവൻ സമയവും ഇപ്പോൾ ഈ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി ചിലവഴിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അയക്കുന്ന ഇമെയിൽസിനും മെസ്സേജസിനൊക്കെ എനിക്ക് കറക്റ്റായിട്ട് റിപ്ലൈ തരാനായിട്ട് പറ്റുന്നില്ല. ഐ എം സോ സോറി. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ആപ്പിൽ നമുക്ക് ചാറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിരവധി ഫീച്ചേഴ്സ് ഞാൻ ഈ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹലോ, ദിസ് ഇസ് ജെറം ഫ്രാൻസിസ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. യൂറോപ്പിലേക്ക് ഏതെല്ലാം മാർഗ്ഗത്തിലൂടെ നമുക്ക് എത്തിപ്പെടാം എന്നുള്ളത് ആ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കിയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞൊരു പോയിൻ്റാണ് റെഫ്യൂജി വിസ. പക്ഷേ ആ ഒരു വീഡിയോയിൽ ഞാൻ റെഫ്യൂജി വിസയെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. കാരണം റെഫ്യൂജി വിസയെ പറ്റിയിട്ട് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് അറിയാനായിട്ട് ഇടവരും. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ചെന്ന് ചാടും. ഒരുപാട് ആൾക്കാർ പല രാജ്യങ്ങളിലും ഈ ഒരു റെഫ്യൂജി സ്റ്റാറ്റസിൽ ചെന്ന് ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ നമ്മളുടെ അടുത്ത് അത് വിളിച്ച് പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഈ ഒരു റെഫ്യൂജി വിസയെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പല ആൾക്കാരും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. പല ആൾക്കാർക്കും ഇതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. എന്നാലും ഈ ഒരു വിസ വഴി പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്നൊന്നും ആർക്കും അറിയില്ല. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്താണ് റെഫ്യൂജി വിസ എന്നുള്ളതും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ആർക്കൊക്കെ ഇത് ലഭിക്കും, ആർക്കൊക്കെ ഇത് ലഭിക്കില്ല എന്നുള്ളതെല്ലാം നമുക്ക് ഈ വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റെഫ്യൂജി വിസ എന്ന് പറയുന്നത് ഒരു വ്യക്തി അവൻ്റെ മാതൃരാജ്യത്ത് താമസിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ടോർച്ചറിങ് അനുഭവിക്കേണ്ടി വരികയാണെങ്കിലോ അല്ലെങ്കിൽ അവന് വധഭീഷണി ഉണ്ടെങ്കിലോ നമ്മൾക്ക് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് അഭയാർത്ഥിയാവാം, അഭയം തേടാം. അതിനെയാണ് റെഫ്യൂജി വിസ എന്ന് പറയുന്നത്. പല രാജ്യങ്ങളും ഇന്ന് റെഫ്യൂജികളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാനഡ ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, ന്യൂസിലൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രമായിക്കോട്ടെ. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാനഡയുടെ റെഫ്യൂജി വിസയെ പറ്റിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ കാനഡയിൽ എത്തിപ്പെടുകയാണെങ്കിൽ അത് വിസിറ്റ് വിസയിലായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലായിക്കോട്ടെ, വർക്ക് വിസയിലായിക്കോട്ടെ, അതല്ല ഇല്ലീഗലായിട്ട് നിങ്ങൾ കാടും മലയും പുഴയൊക്കെ നീന്തി കിടന്ന് എങ്ങനെയെങ്കിലും ബോർഡറിൽ എത്തിപ്പെടുകയാണെങ്കിൽ ഇമിഗ്രേഷനിലോ അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റിയിലോ നിങ്ങൾക്ക് സറണ്ടർ ചെയ്ത് പറയാം, എനിക്ക് എൻ്റെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല, തിരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവന് ആപത്താണ്. അത്തരം സിറ്റുവേഷനുകളിൽ കനേഡിയൻ ഗവൺമെൻറ് ഒരിക്കലും നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യില്ല. അതിന് പകരം നിങ്ങളെ ഒരു റെഫ്യൂജി ആയി കണ്ട്, നിങ്ങളൊരു അഭയാർത്ഥിയായി കണ്ട് ഒരു ചെറിയ പേപ്പർ വർക്ക് നടത്തി നിങ്ങളെ കാനഡയിലേക്ക് എൻട്രി ചെയ്യിക്കും. പക്ഷേ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഹിയറിങ്ങിന് വേണ്ടി വരേണ്ടതായിട്ട് വരും. ഹിയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കോടതിയിൽ ജഡ്ജിൻ്റെ മുമ്പിൽ അപ്പിയർ ചെയ്യുന്നത് പോലെ തന്നെ കാനഡയിൽ ഒരു ജഡ്ജിൻ്റെ മുമ്പിൽ നമ്മൾ അപ്പിയർ ചെയ്ത് നമ്മളുടെ പ്രശ്നം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാനഡയിൽ റെഫ്യൂജി സ്റ്റാറ്റസ് ക്ലെയിം ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ ഒരു അഡ്വക്കേറ്റിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രൂവ് ചെയ്യണം. ട്രാൻസ്ലേറ്ററിൻ്റെ സാന്നിധ്യം എന്ന് പറയാൻ കാരണം ഈ ഒരു റെഫ്യൂജി സ്റ്റാറ്റസ് ഫയൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് IELTSൻ്റെ റിക്വയർമെൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, ഏത് രാജ്യത്തു നിന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ ആർക്ക് ലഭിക്കും, ആർക്ക് ലഭിക്കില്ല, എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളതെല്ലാം പല ആൾക്കാർക്കും അറിയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രീതിയിൽ കാനഡയിൽ എൻട്രി ചെയ്താൽ തന്നെ നിങ്ങൾ എവിടെ താമസിക്കുന്നു, നിങ്ങൾ എങ്ങനെ താമസിക്കുന്നു, നിങ്ങൾക്ക് ജീവിക്കാനുള്ള പണമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ബോർഡറിൽ അല്ലെന്നുണ്ടെങ്കിൽ എമിഗ്രേഷനിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കനേഡിയൻ ഗവൺമെൻറ് റെഫ്യൂജികൾക്ക് കൊടുക്കുന്ന ഒരു ക്ലെയിം നിങ്ങൾക്ക് വാങ്ങും. അതായത് നിങ്ങളുടെ താമസത്തിനും ഭക്ഷണത്തിനുമായിട്ട് അവർ തരുന്ന ഒരു നിശ്ചിത തുക നിങ്ങളുടെ താമസത്തിനും ഭക്ഷണത്തിനും വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഇല്ല. എന്നാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് റൈറ്റിനും അപ്ലൈ ചെയ്യാം. ഈ ഒരു കാര്യമാണ് പല ഏജൻറ്റുമാരും ഇന്ന് മിസ്യൂസ് ചെയ്യുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാം. അപ്പോൾ ഇത്തരത്തിൽ എൻട്രി ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ കനേഡിയൻ ഗവൺമെൻറ് അവർ ഹിയറിങ്ങിന് വേണ്ടി വിളിക്കും. ചിലപ്പോൾ ആ ഒരു ഹിയറിംഗ് നടക്കുന്നത് ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കാം, 7 മാസം കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. അത് കനേഡിയൻ ഗവൺമെൻറ് തീരുമാനിക്കുന്നതാണ്. ആ ഒരു ടൈമിൽ നിങ്ങൾ ജഡ്ജിൻ്റെ മുമ്പിൽ നിങ്ങളുടെ അഡ്വക്കേറ്റുമായി വന്ന് എന്താണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ നാട്ടിൽ തിരിച്ചു പോകാൻ പറ്റാത്ത എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കുള്ളതെന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഈ ഒരു റെഫ്യൂജി ക്ലെയിം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ പല രാജ്യങ്ങളിലും ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ശ്രീലങ്ക, ഇറാൻ, ഇറാഖ്, അല്ലെന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, സൊമാലിയ, ഈ രാജ്യങ്ങളിൽ താമസിക്കുന്ന വ്യക്തികളുടെ ജീവന് ആപത്താണ്. അതുകൊണ്ട് ആ രാജ്യത്ത് താമസിക്കുന്ന ഒരു വ്യക്തി ഏതെങ്കിലും ഒരു രീതിയിൽ കാനഡയിൽ വരികയാണെങ്കിൽ കനേഡിയൻ ഗവൺമെൻറ് മനസ്സിലാവും. കാരണം ഈ ഒരു വ്യക്തി തിരിച്ചു പോയി കഴിഞ്ഞാൽ അയാൾ ഉടനെ തന്നെ മരണപ്പെടും. അത്തരം കേസുകളിൽ കനേഡിയൻ ഗവൺമെൻറ് ആ ഒരു വ്യക്തിക്ക് റെഫ്യൂജി സ്റ്റാറ്റസ് കൊടുക്കും, ഒരു റെഫ്യൂജി വിസ കൊടുത്ത് കാനഡയിൽ ജീവിക്കാനായിട്ട് അനുവദിക്കും. പക്ഷേ ഇന്ത്യയിൽ നമ്മൾക്ക് അത്തരത്തിൽ എന്ത് പ്രശ്നമാണ് നമുക്കുള്ളത്? പ്രത്യേകിച്ച് കേരളത്തിൽ. ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, പല സ്റ്റഡികളും പല റിപ്പോർട്ടുകളും പറയുന്നതാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം, ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർ ജീവിക്കുന്ന സംസ്ഥാനം, ക്രൈമുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം,
ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രൈമുകൾ നടക്കുന്നതെന്നുള്ളതല്ല. പല സംസ്ഥാനങ്ങളിലും ഒരുപാട് ക്രൈമുകൾ നടക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ കേരളത്തിൽ ഇത്രയും വിദ്യാസമ്പന്നരായ, ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയ ക്രൈം നടന്നാൽ പോലും, ഒരു ചെറിയ വയലേഷൻ നടന്നാൽ പോലും അത് റിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് കേരളം ഏറ്റവും നല്ലൊരു സംസ്ഥാനമെന്ന്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരമൊരു സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന വ്യക്തിക്ക് എന്ത് പ്രശ്നമാണ് നേരിടേണ്ടി വരുന്നത്? കാനഡയിൽ നമ്മൾക്ക് ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ ഇന്ത്യയിൽ തന്നെ നമുക്ക് അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളോ യാതൊരു ബുദ്ധിമുട്ടുകളോ ഇല്ല. ഇപ്പം നിങ്ങൾക്ക് പറയാനുണ്ടാവും കേരളത്തിൽ ജോലിയില്ല, കേരളത്തിൽ പല പ്രശ്നങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഒരു റെഫ്യൂജി സ്റ്റാറ്റസ് ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ പല ഫേക്ക് ഡോക്യുമെൻറ്റുകൾ കാണിച്ചും നിങ്ങളുടെ അഡ്വക്കേറ്റിനെ കൊണ്ടും പല രീതിയിൽ നിങ്ങൾക്കൊരു ക്ലെയിം അവിടെ കിട്ടിയെന്ന് വിചാരിക്കുക, നിങ്ങളൊരു റെഫ്യൂജി സ്റ്റാറ്റസിലേക്ക് മാറിയെന്ന് വിചാരിക്കുക. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കാര്യം മുതലെടുത്തുകൊണ്ടാണ് പല ഏജൻറ്റുമാരും ഇന്ന് പല ആൾക്കാരെയും വർക്ക് വിസ എന്നുള്ള രീതിയിൽ പല രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്, സ്പെഷ്യലി കാനഡയിലേക്ക്. പല ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. കാരണം ഏജൻറ്റുമാർ പറയുന്നത് IELTS ഇല്ലാതെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ തന്നെ ഒരു വർക്ക് വിസ ഞാൻ നിങ്ങൾക്ക് നൽകാം. 2 വർഷത്തെ വർക്ക് വിസ ആയിരിക്കും. ആ ഒരു വർക്ക് വിസയിൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് സാലറി ആയിട്ട് ലഭിക്കും. ചിലപ്പോൾ ഈ ഏജൻറ്റുമാർ പല വ്യക്തികളെയും കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷേ ഈ കൊണ്ടുപോയ ആൾക്കാരും അവിടെ താമസിക്കുന്ന ആൾക്കാരും എന്താണ് ഇതിൻ്റെ സ്റ്റാറ്റസ്, എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പോലും അവർക്കറിയില്ല. നിങ്ങൾ അത്തരത്തിൽ കാനഡയിൽ പോയി ഒരു റെഫ്യൂജി സ്റ്റാറ്റസ് ക്ലെയിം ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. നിങ്ങളുടെ ക്ലെയിം അവർ അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ, കേരളത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ജഡ്ജ് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് ഇന്ത്യയിലുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം നിങ്ങളുടെ നാട്ടിലുണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ പോലീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹയർ അതോറിറ്റിയിലോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതും അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ജീവിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കും. നിങ്ങൾക്ക് അതിനെല്ലാം വിത്ത് എവിഡൻസ് പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. വിത്ത് എവിഡൻസ് പ്രൂവ് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. കാരണം ഒരു ടീം തന്നെ നിങ്ങളുടെ കേസ് അന്വേഷിക്കും. നാട്ടിൽ ഇവർക്ക് എന്താണ് ആക്ച്വലി പ്രശ്നമുള്ളത്, അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷമായിരിക്കും കനേഡിയൻ ഗവൺമെൻറ് നിങ്ങൾക്ക് ഒരു റെഫ്യൂജി സ്റ്റാറ്റസ് തരുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാനഡയിൽ റെഫ്യൂജി സ്റ്റാറ്റസ് കിട്ടാവുന്ന രീതിയിൽ എന്ത് പ്രശ്നമാണ് നമുക്കിന്ന് കേരളത്തിലുള്ളത്. അത്തരം പ്രശ്നങ്ങളുള്ള എത്ര പേര് ഇന്നുണ്ട്. അത്തരം ആൾക്കാർ ജെന്യുവനായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പേപ്പർ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്തുന്നതല്ല. നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം കേരളത്തിലുണ്ടെങ്കിൽ, കേരളത്തിലോ ഇന്ത്യയിലോ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവന് ആപത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാനഡയിലോ ഏത് രാഷ്ട്രത്തിലോ വേണമെങ്കിലും നിങ്ങൾക്കൊരു റെഫ്യൂജി വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ ആ ഒരു രാജ്യം നിങ്ങൾക്കൊരു റെഫ്യൂജി സ്റ്റാറ്റസ് തന്ന് ആ രാജ്യത്ത് ജീവിക്കാനായിട്ട് അനുവദിക്കും. ഇനി സപ്പോസ് നിങ്ങൾക്ക് അത്തരത്തിലൊരു റെഫ്യൂജി സ്റ്റാറ്റസ് ലഭിച്ചെന്ന് വിചാരിക്കുക. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല. ഇന്ത്യയിലേക്ക് തിരിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് കാനഡയിലേക്ക് എൻ്റർ ചെയ്യാനോ അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു നല്ല രാഷ്ട്രത്തിലേക്ക് പോകാനോ ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ പറ്റില്ല. ശരിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെയും ഭാര്യയും മക്കളെയും നിങ്ങളുടെ കാനഡയിലേക്കോ ഏത് രാജ്യത്തേക്കാണ് നിങ്ങൾ റെഫ്യൂജി ക്ലെയിം ചെയ്യുന്നത് ആ രാജ്യത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. പക്ഷേ പിന്നീട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മാതൃരാജ്യമോ നിങ്ങളുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ കാണാനായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ഫേക്ക് ഏജൻറ്റുമാർ ആൾക്കാരെ ചീറ്റ് ചെയ്യുന്നത് ഈ ഒരു റെഫ്യൂജി വിസയിലാണ്. വർക്ക് വിസ എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുപോയി അവരെ ഒരു റെഫ്യൂജി ആയിട്ട് ഒരു രാജ്യത്ത് ക്ലെയിം ചെയ്യും. അവർക്കൊരിക്കലും റെഫ്യൂജി ആവാനായിട്ട് അവിടെ പറ്റില്ല എന്നുള്ളത് ഈ ഏജൻറ്റുമാർക്ക് അറിയാം. പക്ഷേ ഈ ഒരു കേസ് നടക്കുന്ന അത്രയും കാലം ഒരു വ്യക്തിക്ക് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട്, ലക്കിലി നിങ്ങൾക്കൊരു വർക്ക് പെർമിറ്റ് ലഭിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്രയും കാലം നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതിനുശേഷം ഹിയറിങ്ങിൽ നിങ്ങളുടെ കേസ് അവർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ ഈ പറയുന്ന ഏജൻസിയോ അല്ലെന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റോ നിങ്ങളുടെ കേസ് എഗെയിൻ അപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എഗെയിൻ ഒരു 1 ഇയർ ലഭിക്കുകയാണെങ്കിൽ മാക്സിമം 2 ഇയർ നിങ്ങൾക്ക് കാനഡയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ഏത് രാജ്യത്താണോ ആ രാജ്യത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും റെഫ്യൂജി സ്റ്റാറ്റസ് ആയാൽ എന്താ കുഴപ്പം, ഓസ്ട്രേലിയയിലും കാനഡയിലൊക്കെ നമുക്ക് 2 വർഷം വർക്ക് ചെയ്യാൻ സാധിക്കില്ലേ, കാശ് ഉണ്ടാക്കാൻ സാധിക്കില്ലേ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു രാജ്യത്ത് അഭയാർത്ഥിയായിട്ട് താമസിക്കുന്നതാണോ അതല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ ഉള്ള സുഖവും സന്തോഷത്തിൽ സമാധാനമായിട്ട് ജീവിക്കുന്നതാണോ? ഏതാണ് ഏറ്റവും നല്ലത്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പേപ്പർ വർക്കുകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും പല കാര്യങ്ങളും നിങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും. ഞാൻ ഇന്ന് കാനഡയുടെ കാര്യമാണ് പറഞ്ഞത്. ഓസ്ട്രേലിയയിൽ ഇന്ന് ഇങ്ങനെയല്ല സിറ്റുവേഷൻ. പല ആൾക്കാരും ഇന്ന് ജയിലുകളിൽ കഴിയുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകാനായിട്ട് നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. അതെന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമ്മൾക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.